ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഓണത്തിൻ്റെ പൂക്കളവും ഒക്കെയാണേ. എങ്ങനെ വന്നെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ഓണത്തിന് അന്ന് ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു, ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ടൊരോണം ആഘോഷിച്ചിട്ട് പിറ്റേ ദിവസം അവിട്ടത്തിൻ്റെ അന്ന് ഞങ്ങൾ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് വന്നു കേട്ടോ. അതായത് മിനി, ജയ. അത് കൂടാതെ ജയയുടെ ഹസ്ബൻഡും വന്നു. അപ്പോൾ അവർ 3 പേരും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഓണം ഞങ്ങളുടെ ഇത്തവണ ഓണത്തിൻ്റെ പിറ്റേ ദിവസം കുശാലായി കേട്ടോ. വന്നിട്ട് ഞങ്ങൾ നല്ല ഇതൊക്കെ ഇട്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു സദ്യ, വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ സദ്യ ഉണ്ടായിരുന്നില്ല. അവർക്കാണ് ആദ്യം കൊടുത്തത്. ഞാനെല്ലാം വിളമ്പി കൊണ്ട് വെച്ചു. അപ്പം ഞാൻ ഗോതമ്പ് പായസമാണ് വെച്ചത്. ഗോതമ്പ് നുറുക്ക് പായസത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞു. പിന്നെ ഇഞ്ചിക്കറി, സാമ്പാർ, അവിയൽ, പപ്പടം. ഇഞ്ചിക്കറി, നാരങ്ങാക്കറി, സാമ്പാർ, അവിയൽ, പപ്പടം, പരിപ്പ്, തോരൻ, പിന്നെ എരിശ്ശേരി. ഇത്രയും കറികളായിരുന്നു ഞങ്ങൾ വെച്ചത്. എന്നിട്ട് പപ്പടം ഇങ്ങനെ എല്ലാവരും എടുത്ത് കൈ പിടിച്ചു കേട്ടോ. പറയുമ്പോൾ 1 2 3 പറയുമ്പോൾ പൊടിക്കാമെന്നും പറഞ്ഞിരുന്നിട്ട് എല്ലാവരും 1 2 3 പറഞ്ഞ് പൊടിച്ചതാണ് ഇപ്പോൾ കണ്ടത്. എന്നിട്ട് 4 പേർക്കും ഞാനിങ്ങനെ വിളമ്പി കൊടുത്തു. ഒരു വളരെ എന്താ പറയുക, വളരെ സന്തോഷമുള്ളൊരു ഓണമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലല്ലാതെ ഈ ഓണത്തിനൊന്നും ഒരു രസം വരത്തില്ല അല്ലേ. ഓണത്തിന് നമ്മൾ തന്നെ ഒന്നും എപ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ മക്കൾ കൂട്ടത്തിലുണ്ടാകണം. നീല ഷർട്ട് ഇട്ടിരിക്കുന്നത് ജാക്സൺ ആറാട്ടുകുളമാണ്. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് ജാക്സണും ജയയും. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത്, ജാക്സൻ്റെ അപ്പുറത്തിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡാണ്. ഇത് സാരി ഉടുത്തിരിക്കുന്നത് ജയ, സെറ്റ് പോലെ ഉടുത്തിരിക്കുന്നത് മിനി ടീച്ചർ. മിനി എൻ്റെ ഫ്രണ്ടാണ്, ജയയുടെ റിലേറ്റീവുമാണ്. അങ്ങനെയാണ് ഞങ്ങൾ 3 പേരും കൂടെ ഫ്രണ്ടായത്. ഞങ്ങളുടെ ഇത്തവണത്തെ ഓണം സത്യം പറഞ്ഞാൽ ഇവർ വന്നപ്പോഴത്തേക്ക് അത് വേറൊരു തലത്തിലേക്ക് മാറി കേട്ടോ. ആ ഓണം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള, നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഓണം എന്ന് പറയുന്നത് തനിച്ചാഘോഷിക്കാൻ പറ്റിയ ഒരു കാര്യമേ അല്ല അല്ലേ. വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം ഓണത്തിൻ്റേതായിട്ടുള്ള ഒരിത് വരണമെങ്കിൽ. അപ്പോൾ ഇത്തവണത്തെ ഓണം എന്തുകൊണ്ടും വളരെ ആഘോഷം ആയിട്ട് ഞങ്ങൾ ആസ്വദിച്ച് ആഘോഷിച്ചു കേട്ടോ.